ഹലോ, നമ്മൾ മൈസൂരത്തെ വർക്കിന് ശേഷം നേരെ ഇടുക്കിക്ക് വന്നേക്കുക. ഇവിടെ ഒരു വലിയ ഏലത്തോട്ടം. ഏലത്തോട്ടത്തിനുള്ളിൽ എന്താ സംഭവിച്ചാൽ ഇവിടെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. നനയ്ക്കാൻ വേണ്ടി ഒരു 40 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോവാം, കുളത്ത് ചാടിയാലോ? നമ്മൾ എവിടെ ചെന്നാലും ചെറിയൊരു പണി കിട്ടും. ചെറിയ പണി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കയറില്ല. ഇവിടുന്ന് നമ്മുടെ വണ്ടിയിൽ നിന്ന് JCBയിൽ എടുത്ത് ഇതിനൊരു കുന്നിൻ്റെ മുകളിലേത് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1000 കിലോയ്ക്ക് മുകളിലുണ്ട്. ഒറ്റ ഷീറ്റാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ പണി പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. പക്ഷേ എന്ത് വേണ്ടു, ഒരു 2-3 മണിക്കൂർ ഈ കുളത്തിനടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തു. കാരണം എന്താ വെച്ചാൽ ഈ കുളം ഒരു എന്താ പറയുക, അത്രയും സ്പേഷ്യസ് അല്ല ചുറ്റുമുള്ള ഭാഗം. അപ്പം അങ്ങനെ ഒരു 3-4 ഏലത്തിൻ്റെ തട്ട പറിക്കേണ്ടി വന്നു. സാർ ആദ്യം ഇച്ചിരി വിഷമമൊക്കെ ആയിരുന്നു. പക്ഷെ എന്തായാലും വേറെ മാർഗമില്ലല്ലോ. ഇത് അങ്ങനെ ഇതിൻ്റെ ബണ്ടിൻ്റെ മുകളിലേക്ക് ഒരു കണക്കിന് നമ്മൾ കയറ്റി വെച്ചു. അതിപ്പോൾ അങ്ങനെയാന്നേ, നമുക്ക് എന്നാ പ്രശ്നം ഉണ്ടായാലും നമ്മൾ കൈകാര്യം ചെയ്യും, അത്രേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പ് പിന്നെ പടുതയിട്ടായിരുന്ന എലി വെട്ടി തവിട് പൊടിയാക്കി. അതായത് ഞങ്ങൾ ഇവിടെ അളവെടുക്കാൻ വരുമ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ എലി കുളത്തിനകത്തോടെ ഓടി കളിക്കണതാണ് കാണുന്നത്. അപ്പോൾ പറഞ്ഞെന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 10-15 എലിപ്പെട്ടി മേടിക്കുക, എന്നിട്ട് ഒരാഴ്ച തുടർച്ചയായിട്ടും കൂടെ വയ്ക്കുക. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഷീറ്റ് പൊക്കിയിട്ട്, ഇപ്പം നേരത്തെ ഇട്ടേക്കുന്ന ഷീറ്റ് പൊക്കിയിട്ട് അതിൽ പോയിസൺ കളയാൻ പറ്റും. അതായത് വൃത്തികെട്ട മണമുള്ള പോയിസൺ, അതായത് നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള പോയിസൺസ് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച അത് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എടുത്ത ഷീറ്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പോയിസൺ അപ്ലൈ ചെയ്ത് ഇട്ടാണ് നമ്മളിപ്പോൾ ഷീറ്റ് ഇടുന്നത്. അതിൻ്റെ സംഗതി ഇത്രയേ ഉള്ളൂ. ഇപ്പം മണ്ണ് തുറന്ന് വരുന്ന എലിയാണെങ്കിൽ നമ്മൾ ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ പോയിസൻ്റെ സ്മെല്ല് നമ്മൾ എല്ലാ എഡ്ജും സീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഈ പോയിസൻ്റെ സ്മെല്ല് ഇതിനകത്തുനിന്ന് പോവില്ല. അപ്പം വരുന്ന എലി തുറന്ന് വരുന്നതാണെങ്കിൽ അങ്ങോട്ട് പിന്നെ അകത്ത് നിൽക്കാതെ വന്ന വഴിക്ക് തിരിച്ചു പോകും. കുറേ കാലത്തേക്ക് അത് നിന്നോളും, ഒരു പ്രശ്നമില്ലാതെ നിന്നോളും. അതുപോലെ തന്നെ സൈഡ് നമ്മൾ സീൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ മേലേക്കിടെ വരുന്ന എലി ഷീറ്റിനടിയിലേക്ക് കയറി തുളയ്ക്കാതെ ഇരിക്കും. അങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ഇവിടെ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഷീറ്റ് ഇടുന്നത്. ഈ പൊടിക്കൈകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ, ചെയ്യേണ്ടത് പാർട്ടി തന്നെയാണ് കേട്ടോ. നമ്മൾ വിഷം കുത്തിൻ്റെ അത് ഇടൂല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പടുത എന്ന് പറഞ്ഞാൽ 5 വർഷം വാറണ്ടി ഉള്ള ഒരു 10 വർഷത്തിന് മുകളിൽ ലൈഫ് കിട്ടുന്ന ഒരു പടുതയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഇച്ചിരി പൈസ മുടക്കുമ്പോഴേ കുറച്ച് കാലമെങ്കിലും ഷീറ്റിന് ആയുസ് ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് നമ്മുടെ പൈസക്ക് വർത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 5 വർഷം വാറണ്ടിയുള്ള ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 10 വർഷത്തിന് മുകളിൽ ഇതിന് ലൈഫ് ഉണ്ടാവും. കാരണം 10 വർഷം കഴിഞ്ഞ ഷീറ്റുകൾ പടുതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് പറയണേ. നമ്മുടെ വീട്ടിൽ കമ്പനിയുടെ ചേർന്ന് തന്നെ ഒരു 15 സെൻറ്റിൻ്റെ കുളം ഉണ്ട്. നമ്മളതിട്ടിട്ട് 5 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇപ്പോഴും മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതൊരു 2 നില വീടിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഓക്കെ, നല്ല വിസ്താരമുണ്ട്. അപ്പം ഏകദേശം നല്ല ഷേപ്പുള്ള കുളമാണ്. ഇതിനകത്ത് 40 ലക്ഷം ലിറ്ററാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത്, ഈ തോട്ടം നനയ്ക്കാനുള്ള വെള്ളം. ശരിക്ക് വേറെയും കുളങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന് ഇത്രയും വെള്ളം കൊണ്ട് സഫീഷ്യൻ്റ് ആവില്ല. ഇതിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പടുത ഇടുന്ന ഇച്ചിരി ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു. കാരണം വെച്ചാൽ ഇത് ആഴം കൂടുതലുള്ളതുകൊണ്ടേ നമ്മൾ 10-15 പേരുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ പടുത കൊണ്ടുവന്ന് സൈറ്റിൽ വെൽഡ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റ ഷീറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഡിപ്പെൻസ് നമ്മളുടെ ഓരോ പോണ്ടിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചെയ്യണേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റിൻ്റെ ഒരു കൂടുതലുള്ളതുകൊണ്ടും പിന്നെ മഴ വരുന്നൊരു ടെൻഡൻസി ഉള്ള സ്ഥലമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ കൊണ്ടുവന്ന് വെൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ മഴയെങ്കിലും പെയ്താൽ പിന്നെ ഒരു പണി നടക്കില്ല.
അപ്പം ചെയ്ത പണി മുഴുവൻ വെറുതെ ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സിംഗിൾ ഷീറ്റായിട്ട് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. ഇത് നിങ്ങൾ കാണുന്നത്ര ഇതിങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ വളരെ സുഖമുള്ള പരിപാടിയല്ല, കാണുന്നത്രയും എളുപ്പമല്ല. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, നിങ്ങളിപ്പോൾ ഒരു വലിയ പടുതാക്കുളം ഉണ്ടാക്കി, അത് ഇറിഗേഷൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ മീൻ വളർത്താനായിക്കോട്ടെ, ഇനിയിപ്പോൾ വാട്ടർ സ്റ്റോറേജ്, അതായത് ഇപ്പം കുടിവെള്ളത്തിനും കൂടെ ഉപയോഗിക്കാവുന്ന ഗ്രേഡുള്ള പടുതയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വലിയ സ്റ്റോറേജ് ആയിക്കോട്ടെ, അതെങ്ങനെ ഇടും, എന്ത് കാണിക്കും, എങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതേ. ആ ടെൻഷൻ എനിക്ക് വിട്ടേക്ക്. നമ്മളില്ലേ മേഹൂന, നമ്മുടെ കയ്യിലെ ഈ പടുതാക്കുളത്തിനുള്ള പടുത മാത്രമല്ല കേട്ടോ ഉള്ളത്. നിങ്ങൾക്കിപ്പം വലിയ ഷെഡ് ഉണ്ടാക്കി അതിൻ്റെ അളവിനനുസരിച്ച് ഷീറ്റ് കിട്ടണം. കടകളിൽ അതിൽ കിട്ടൂല നിങ്ങൾക്ക്, കാരണം ഒന്നിൽ അളവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ അളവ് കുറവായിരിക്കും. ഇത് നിങ്ങൾ നീളം വീതിയും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യ അളവ് 1 സെൻറ്റിമീറ്റർ വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതേ അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഗ്രോ ബാഗ്സ് ഉണ്ട് പല അളവിൽ. പച്ചക്കറി ചെടിയൊക്കെ നടാനുള്ള ചെടിച്ചട്ടിക്ക് പകരം ഉപയോഗിക്കാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 5 to 7 years ലാസ്റ്റ് ചെയ്യുന്ന ഗ്രോ ബാഗ്സ് ഉണ്ട്. അത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. പിന്നെ വീഡ് മാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പുല്ല് വന്നിട്ട് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് പാമ്പിനെ പേടിക്കണം. മീൻസ് ഈ കാട് കയറിയിട്ട് ഒരു രക്ഷയില്ല, പാമ്പ് കീരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വീടിന് ചുറ്റും വരും. അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പറമ്പിൽ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പുല്ല് വെട്ടിയിട്ട് പുല്ല് വെട്ടാനുള്ള കോസ്റ്റ് അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പം പുല്ല് വളരാതിരിക്കാനുള്ള വീഡ് മാറ്റ് അത് പല അളവിലുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കുകയും ചെയ്യാം. സാധാരണ ഈ വീഡ് മാറ്റ് ഇടുമ്പോഴേ ഒന്നില്ലെങ്കിൽ മണ്ണ് വെട്ടി പറന്നു പോകാതിരിക്കാൻ വേണ്ടി മണ്ണ് വെട്ടി അതിൻ്റെ മുകളിലേക്ക് ഇടും, അല്ലെങ്കിൽ കല്ല് കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ മണ്ണ് ഇങ്ങനെ തോടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കും. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാ ഇത് കണ്ടില്ലേ ഈ ബട്ടൺസ്, നെയിലിന് ബട്ടൺസ് എന്ന് പല പേരിലൊക്കെ നമുക്ക് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ഇഷ്ടമുള്ള പേര് പറയാം. ഇത് UV ട്രീറ്റഡ് ആണ്. ഈ വീഡ് മാറ്റ് കിടക്കുന്ന അത്രയും കാലം തന്നെ കിടക്കുന്നുള്ളതാണ്. ഇതിൻ്റെ കാലുകളൊക്കെ കണ്ടോ, ഇത് നമ്മൾ നനവുള്ള മണ്ണാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പയ്യെ തട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങിക്കോളൂ. ഇതൊരു 6 ഇഞ്ച് നീളമുണ്ട്. തിരിച്ചു പോരുമ്പോൾ ഇത് പറന്നു പോലെ ഇതിൻ്റെ ഈ കാലുകളുള്ളതുകൊണ്ട് അത് മണ്ണിൽ ഗ്രിപ്പ് ഉണ്ടാവും, ഷീറ്റിനും ഗ്രിപ്പ് ഉണ്ടാവും. നമ്മുടെ ഈ പടുതാക്കുളത്തിൽ നമുക്ക് ലീക്കില്ലാതെ പൈപ്പ് ഫിറ്റ് ചെയ്യണം. അതായത് സാധാരണ പടുതാക്കുളങ്ങളിൽ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ മുകളിൽ കൂടെ പൈപ്പ് വലിച്ചിട്ടാണ് നനയ്ക്കണേ. നമ്മൾ എന്നാന്ന് വെച്ചാൽ പടുതയുടെ അടിയിൽ കുളത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് പൈപ്പ് ഇട്ടേച്ച് അതിനകത്തൊരു കണക്ട് ഫിറ്റ് ചെയ്യും. അപ്പോൾ ലീക്കില്ലാതെ നമുക്ക് കുളത്തിലുള്ള വെള്ളത്തിൻ്റെ ഫുൾ പ്രഷർ, അതായത് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ടാങ്ക് വയ്ക്കില്ലേ, ടാങ്ക് വെച്ചിട്ട് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ടല്ലേ, അപ്പോൾ ഫുൾ പ്രഷർ കിട്ടാവുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാനുള്ള കണക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പലതരം സംഗതികളുണ്ട്. ഒന്ന് ചുമ്മാ വിളിക്കുന്നേ, നമുക്ക് കാണാമല്ലോ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.